സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നല്ലൊരു ഗാനത്തോടെ ആരംഭിച്ചു. ഡ്യുവറ്റ് സോങ് റൗണ്ടിലായിരുന്നു നമ്മുടെ 2 കണ്ടസ്റ്റന്റ്സും പെർഫോം ചെയ്തിരുന്നത്. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ശ്രേയസ് ആണ്. റെട്രോ സ്റ്റൈൽ റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ശ്രേയസ്. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ശ്രേയസ്. ഹായ് ശ്രേയസ്, റെട്രോ സ്റ്റൈൽ റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ സ്വർഗം എന്ന മൂവിയിലെ പൊന്മകൾ വന്ന റീമിക്സ് വേർഷൻ അല്ല, ഓൾഡ് വേർഷൻ. ഓൾഡ് വേർഷൻ. അപ്പം തകർക്ക. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. பொன்மகள் வந்தா பொருள் கோடி தந்தா பூமேடை வாசல் பொங்கும் தேனாக கண்மலர் கொஞ்சும் கனிவான எண்ணெய் ஆளாக்கினாள் அன்பிலே. பொன்மகள் வந்தா பொருள் கோடி தந்தா பூமேடை வாசல் பொங்கும் தேனாக. விதைக்கும் முத்துக்கள் சிரிக்கும் நிலத்தில் சித்திக்கும் நினைப்பை விதைக்கும் பாவை நீவா. ஸ்வர்க்கத்தின் மனத்தை ரசிக்கும் சித்தத்தில் மயக்கும் மணக்கும் யோகமே நீவா. வைரமோ என்னசம் வாழ்விலே பரவசம் விதிய ஊர்வலம் விடியலாம் நவரசம். பொன்மகள் வந்தா பொருள் கோடி தந்தா பூமேடை வாசல் பொங்கும் தேனாக. செல்வத்தின் அணைப்பில் கிடப்பேன் வெல்வத்தின் விரிப்பில் நடப்பேன். செல்வத்தின் அணைப்பில் கிடப்பேன் வெல்வத்தின் விரிப்பில் நடப்பேன். ராஜனாய இன்பத்தின் மனத்தில் குளிர்ப்பேன் என்றென்றும் சுகத்தில் மிதப்பேன். வீரனாய திருமகள் சம்மதம் தருகிறார் என்னிடம். மனதிலே நிம்மதி மலர்வதோ புன்னகை. பொன்மகள் வந்தா வந்தா பூமேடை வாசல் பொங்கும் தேனாக. கண்மலர் கொஞ்சும் கனிவான எண்ணெய் ஆளாக்கினாள் அன்பிலே. பொன்மகள் வந்தா பொருள் கோடி தந்தா பூமேடை வாசல் பொங்கும் தேனாக. ശ്രേയസ്, നല്ല പെർഫോമൻസ് ആയിരുന്നു ശ്രേയസ്. എക്കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് നന്നായിട്ട് ചെയ്തു. താങ്ക് യു ജി. കമന്റ്സ് അറിയാം ശ്രേയസ്? ഓക്കെ, അനുപേട്ടാ. ശ്രേയസ്, സർ, സ്വർഗം എന്ന ശിവാജി ഗണേശൻ സാറിന്റെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മൂവിയാണ്. അതിലെ ഒരു ഓൾ ടൈം ഗ്രേറ്റ് സോങ്. ഇത് ഈ പാട്ട് ഈ കണ്ടെക്സ്റ്റിലല്ലാതെ തന്നെ ഒരുപാട് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോഴൊക്കെയും ഈ പാട്ട് പാടാറുണ്ട്. പല ഒക്കേഷൻസിലും, കല്യാണത്തിനൊക്കെ പാടാറുണ്ട് ഈ പാട്ട്. പിന്നീട് നമ്മൾ അഴകിയ തമിഴ് മകനിൽ റഹ്മാൻ സാർ ഇതിന്റെ ഒരു റീമിക്സ് തന്നിരുന്നു.
ഇതിന്റെ ഒറിജിനൽ വേർഷൻ കമ്പോസ് ചെയ്തിട്ടുള്ള MSV സാറും പാടിയിട്ടുള്ള TM സൗന്ദരരാജൻ ആൻഡ് ഓഫ് കോഴ്സ് റിട്ടൺ ബൈ കണ്ണദാസൻ. അസലായിട്ട് പാടി മോനെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതായത് എനിക്കിപ്പോഴും മോൻ തന്നുകൊണ്ടിരിക്കുന്ന സർപ്രൈസുകൾ ഇത്ര എനർജിയിൽ മോന് പാടാൻ പറ്റുമെന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആൻഡ് ബിക്കോസ് മെലഡി പാടുമ്പോൾ ഭയങ്കര യുനോ ചെറിയൊരു ഫീബിൾ ഫീലോടുകൂടി പാടുന്ന ശ്രേയസ് തന്നെയാണോ ഇത് എന്നൊരു സംശയം നമുക്ക് ജനിപ്പിക്കുന്നത്. ബിക്കോസ് അത്രയും എനർജിയിലാണ് മോൻ ഈ പാട്ട് പാടിയത്. ആൻഡ് ബിക്കോസ് ഈ പാട്ടിനൊക്കെ ഒരു ചെറിയ ഭംഗി എപ്പോഴാണ് വരാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് പാടാം ഉറപ്പായിട്ടും. അതുകൂടാതെ ഇത് ഈ TMS എന്ന് പറഞ്ഞ സിംഗർ അദ്ദേഹത്തിൻ്റെതായ ഒരു ബെഞ്ച് മാർക്ക് സ്റ്റൈലുണ്ട്, കുറച്ചൊരു ഗമകം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അത് ഇത്തിരി ഫോളോ ചെയ്താലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ടോട്ടലി ഇതിൽ നിന്ന് മാറിപ്പോയ ആ പാട്ടിന്റെ ഒരു ഐഡന്റിറ്റി മാറിപ്പോകും. അപ്പൊ മോൻ അത് കറക്റ്റായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ്ങിന്റെ ഒരു എലമെന്റ് കടം കൊണ്ട് മോന്റെ സ്റ്റൈലിൽ തന്നെ മോൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് പാടി. സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദാറ്റ്. ആൻഡ് ചെറിയ രണ്ട് സജഷൻ. ആദ്യം യോഗമേ എത്തിയില്ല, രണ്ടാമത്തേലെത്തി, വീരനായി എന്ന് പറഞ്ഞ പോർഷനിലെത്തി. ആൻഡ് നടുവിൽ എവിടെയോ ഒരു ജഗതിച്ചേട്ടന്റെ എക്സ്പ്രഷൻ കയറി വന്നു. അവസാനത്തെ പൊന്മകൾ ആയിപ്പോയി. അത് അങ്ങനൊരു തെറ്റിയാൽ അങ്ങനെ ഒരു എക്സ്പ്രഷന്റെ ആവശ്യമില്ല മോനെ. ബിക്കോസ് യു ഷുഡ് മാനേജ് ഇറ്റ് സെൽഫ്. ഒരു ചിരിയിൽ മാനേജ് ചെയ്യാം. അതായത് നമ്മൾ തെറ്റിച്ചു എന്ന് ഓബ്വിയസ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കി കൊടുക്കരുത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഒരു ഇന്റലിജൻസ് ആണ്. നെവർ മൈൻഡ്, ബാക്കിയെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു ദ ഡാൻസേഴ്സ്. ഉഗ്രനായിട്ട് ഒരു കൊറിയോഗ്രാഫി ചെയ്തു. താങ്ക് യു മൈ ഡിയർ ഡാൻസേഴ്സ്. And thanks to the orchestra also for supporting it so beautifully, because original version is very beautiful. എനിക്ക് പുതിയ വേർഷനേക്കാളും ഇതാണ് ഇഷ്ടം കുറച്ചുകൂടി. വെൽ ഡൺ ശ്രേയസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രേയസ് ഞെട്ടിച്ചു കളഞ്ഞല്ലോ. മറ്റേ ഈ കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ട് കാട്രീൻ മൊഴിയാന്ന് തോന്നുന്നു എന്റെ മനസ്സിൽ കിടക്കുന്നത്. അല്ലെ, ഏത് പാട്ടാ? നമ്മൾ കുറച്ച് മോനെ ഒരു മെലഡി പാടിയപ്പോ കുറച്ചങ്ങ് ഒരു ശരിയാവാണ്ടൊക്കെ വന്നു നമ്മൾ പറഞ്ഞ പാട്ടുകള്. പൊയ്സൊല്ല നിലാമലരെ അല്ലെ, നിലാമലരെ. ആ പാട്ടൊക്കെ മെലഡി പാടുമ്പോ തീരെ ഒച്ചയില്ലാത്ത പോലെ നമുക്ക് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് മോന് ഇത്രയൊക്കെ ചിലപ്പോൾ ശബ്ദം ഉള്ളായിരിക്കും, ആ മെലഡിക്ക് ചേരുന്ന രീതിയിൽ പാടി. പക്ഷെ ഈ പാട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ഇത്ര ത്രോയില് പാടും, അതും ശ്രേയസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കലക്കി കളഞ്ഞു കേട്ടാ. പിന്നെ എന്താ പറയാ, ഈ പാട്ട് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞത് ഒരു പക്ഷെ റഹ്മാൻ സാറിന്റെ അഴകിയ തമിഴ് മകനെ കൊണ്ട്, അത് മുഹമ്മദ് അസ്ലാംജി പാടിയ പാട്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒറിജിനൽ പാട്ടിന്റെ ഇടയിലും ഈ പഴയ ഗാനത്തിന്റെ ഒരു കുറച്ച് പോർഷൻ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പഴയ പാട്ട് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാവരും കേട്ടും തുടങ്ങി. മോന് തീർച്ചയായിട്ടും ആ സിംഗറിന്റെ അദ്ദേഹത്തിന്റെ ചില അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു മോഡുലേഷൻ അവരുടെ അദ്ദേഹത്തിന്റെ ഒരു സിംഗിങ് സ്റ്റൈല്. അതേപോലെ അല്ലെങ്കിലും മോൻ മാക്സിമം അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ അങ്ങനെ വന്നാലേ ആ പാട്ടിന് നമുക്ക് ആ പാട്ടായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അതിന് ചിലപ്പോൾ കോപ്പിയടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുകരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല. ആ ചില പാട്ടുകൾ ആ രീതിയിൽ പാടിയില്ലെങ്കിൽ നമുക്ക് നമ്മൾ പിന്നെ പറയും ഓ ശരിയായില്ലെന്നേ പറയുള്ളൂ. മോൻ എന്തായാലും മോനാ കഴിയുന്നത്ര വിധം അതാണ്. തെറ്റൊക്കെ വന്നാലും എന്ത് ചെയ്യണം? പക്ഷേ ഒന്ന് പൊന്മകൾ എന്നൊക്കെ തെറ്റിയ സ്ഥലത്ത് നമ്മള് അത് 4 കാലിൽ വീഴാൻ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്ന്. അപ്പൊ നന്നായി പാടി കേട്ടോ. ഓക്കെ, ശ്രേയസ് ഉഗ്രനായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. എനിക്ക് പറയാനുള്ളത് ഈ എനർജി എല്ലാ പാട്ടിലും മോന്റെ വേണം. അത് മറ്റു പാട്ടുകൾ പാടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, കുറച്ച് മോനെ ഒരു വളരെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫീലിലാണ് പാടുന്നതെങ്കിലും അത് ക്യാരി ചെയ്യാനുള്ള ശബ്ദം മോൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല പാട്ടുകളിലും. അപ്പോൾ ഈ ഒരു ഓപ്പൺ ത്രോട്ടിലും മറ്റേ പാട്ടുകളും പാടി ശീലിക്കണം. ഫീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വോയിസ് കുറയ്ക്കുക എന്നുള്ളതല്ല, വോളിയം കുറയ്ക്കുക എന്നുള്ളതല്ല ഫീല്. അത് ശബ്ദത്തിലൂടെ തന്നെ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. അത് ഈ പാട്ടിൽ മോൻ അത് തെളിയിച്ചു, മോൻ അത്ര എനർജറ്റിക് ആയിട്ട് പാടാൻ പറ്റുമെന്ന്. പിന്നെ ഇത് TMS എല്ലാവരും പറഞ്ഞത് പോലെയുള്ള ഒരു മാജിക്കൽ കോമ്പിനേഷനാണ് ഇവരുടെ 3 പേരുടെയും. MSVയുടെ ഒരു ഇന്റർവ്യൂല് TV-യിൽ അദ്ദേഹം പറയണ്ടായിരുന്നു, TMSനെ കുറിച്ച് പറഞ്ഞ ഒരു സൺ, ഒരു മൂൺ, ഒരു TMS എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന് പകരം വെക്കാൻ വേറെ ഒരു സിംഗർ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടിയില്ല. അപ്പോൾ അത്തരം ഒരു കോമ്പിനേഷന്റെ ഒരു പാട്ട് എടുത്ത് പാടുന്നു. അതിപ്പോഴും അതിന്റെ ഒരു എനർജി ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് അതിന്റെ റീമിക്സ് ഒക്കെ വന്നത് അല്ലേ. എന്തായാലും നല്ലോണം പാടി, നല്ല പാട്ട്. താങ്ക് യു സർ.
മേഘന, ഞാൻ ഡാൻസേഴ്സിന് ഒരു നന്ദി പറയാൻ വിട്ടുപോയി. എന്തൊരു രസമായിട്ട് അവരുടെ കോസ്റ്റ്യൂം എത്ര എലഗന്റ് ആണ്. അത് മാത്രമല്ല അവരുടെ സ്റ്റെപ്സ് ഒക്കെ ആ ബാക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ആട്ടുന്നതും ഓരോ സ്റ്റെപ്പും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അവർ നമ്മുടെ ഈ പാട്ടിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് വാക്കുകളില്ല. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു ജഡ്ജസ്. ശ്രേയസ്, നമുക്ക് മാർക്സ് അറിഞ്ഞാലോ? ഓക്കെ, അനുവേട്ടാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിംഗിങ്. സോ ഐ എം ഗിവിംഗ് യു 28 out of 30. Thank you, sir. And 3.75 out of 4 for style, attitude and performance. Thank you, sir. താങ്ക് യു അനുവേട്ട. റിമി ചേച്ചി. ഈ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കത്തില്ല. അങ്ങനെ നടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ തല്ലിക്കൊല്ലണം. 28.25. ഓൺ 3. On 3, 2.75. താങ്ക് യു റിമി ചേച്ചി. വി ചേട്ടാ. ശ്രേയസ് 27.75 ആൻഡ് എക്സ്പ്രഷന് 2.5. Thank you, sir. താങ്ക് യു വിശേട്ടാ. ശ്രേയസ്, ദിസ് മേക്ക് യുവർ സ്കോർ 93 on 100. വെരി നൈസ് ശ്രേയസ്. ഫിഫ്ത് സ്റ്റേജ് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഇനി വരുന്ന പെർഫോമൻസുകളിലും ഈ ഒരു ഇംപ്രൂവ്മെന്റ് കാണിക്കുക. ഓൾ ദ ബെസ്റ്റ്.